താലി. രചനാ സംഭാഷണം രുദ്രപ്രിയ. അവളുടെ കണ്ണു മിഴിഞ്ഞു വരുന്നത് കണ്ടപ്പോൾ ജയന് ചിരി വന്നു. എന്താ, സ്നേഹിക്കണ്ടേ? നമ്മളിങ്ങനെ അക്കരെ നിന്നാൽ എങ്ങനെയാ? അത് പറ്റില്ല. അക്കരെ ഇക്കരെ നിന്നാൽ എങ്ങനെ ആശ തീരും, നമ്മുടെ ആശ തീരും. ഒന്നുകിൽ ആൺകിളി അക്കരയ്ക്ക്, ഇല്ലെങ്കിൽ പെൺകിളി ഇക്കരയ്ക്ക്. ഹൊയിലമാലി ഹൊയിലേ സമാലി, ഹൊയിലമാലി ഹൊയിലേ സമാലി. അക്കരെ ഇക്കരെ നിന്നാലെങ്ങനെ ആശ തീരും, നമ്മുടെ ആശ തീരും. ജയൻ പാടുന്നത് കൂടി കണ്ടപ്പോൾ അവളുടെ ബാക്കി കിളികളും കൂടി പറന്നുപോയി. ഇതിപ്പോൾ ആർക്കാ എന്താ സംഭവിച്ചത് എന്ന മട്ടിലായിരുന്നു ദേവിയുടെ മുഖഭാവം. അവളുടെ പേടിച്ചതുപോലെയുള്ള മുഖഭാവം കൂടി കണ്ടപ്പോൾ ജയന് ചിരി വന്നു. ഞാൻ പറഞ്ഞില്ലേ ദേവി, ഞാൻ നിന്നെ സ്നേഹിക്കാൻ തന്നെ തീരുമാനിച്ചു. സ്നേഹിച്ച് ഞാൻ നിന്നെ തോൽപ്പിക്കും. അത്രയും പറഞ്ഞപ്പോഴേക്കും ദേവി അവൻ്റെ വായ പൊതിഞ്ഞു പിടിച്ചു. സ്നേഹിച്ച് ഇനിയും എന്നെ തോൽപ്പിക്കാൻ നിൽക്കരുത്. ഇനിയും തോൽപ്പിച്ചാൽ അത് കാണാൻ ദേവി ഉണ്ടാവില്ല. അവൾ പൊട്ടിക്കരഞ്ഞു. അവൾ പറഞ്ഞതിൻ്റെ ദ്വയാർത്ഥം തേടുകയായിരുന്നു ജയൻ അപ്പോൾ. ദേവി, ഞാൻ അങ്ങനെ പറഞ്ഞതല്ലടി, ഇങ്ങനെ കരയല്ലേ. ജയൻ അവളുടെ തോളിൽ കൈ ചേർത്ത് കുലുക്കിയതും അവൾ അവൻ്റെ മാറിലേക്ക് ചാഞ്ഞു. അവൾക്ക് കരച്ചിലടക്കാൻ കഴിയുന്നുണ്ടായിരുന്നില്ല. ജയൻ അവളെ പതിയെ പിടിച്ച് ബെഡിൽ കൊണ്ടുപോയി ഇരുത്തി. അവൻ്റെ മടിയിൽ തലചേർത്ത് വെച്ച് ദേവി കിടന്നു. എൻ്റെ ദേവേട്ടനെയും അമ്പുമോനെയും സ്നേഹിച്ച് മതിയായില്ലായിരുന്നു എനിക്ക്. എന്നിട്ടും ദൈവം എൻ്റെ അടുത്ത് നിന്ന് തട്ടിപ്പറിച്ചു കൊണ്ടുപോയപ്പോൾ മരിക്കാൻ തീരുമാനിച്ചതാണ് ദേവി. പക്ഷേ അവിടെയും വിധി എന്നോട് ക്രൂരത കാട്ടി. എന്നെ മാത്രം ബാക്കി വെച്ചു. ഒടുവിൽ മാതുമോളുടെ രൂപത്തിലും വീണ്ടും എൻ്റെ ജീവിതത്തിലേക്ക് പ്രതീക്ഷയുടെ പുതുവെളിച്ചം. ഇപ്പോൾ ഞാനും ആഗ്രഹിക്കുന്നുണ്ട് ജീവിക്കാൻ, സ്നേഹിക്കാനും സ്നേഹിക്കപ്പെടാനും. പക്ഷേ എന്തോ എന്നെ പിന്നിലേക്ക് വലിക്കുന്നു. അറിയില്ല ഞാൻ അതിൽ നിന്നെങ്ങനെ കരകയറുമെന്ന്. എന്തൊക്കെയോ പുലമ്പി കരയുന്നവളെ ആശ്വസിപ്പിക്കാൻ കഴിയാതെ ജയനും. അവളുടെ സങ്കടങ്ങൾ അങ്ങനെയെങ്കിലും മാറട്ടെ എന്ന് കരുതി. കരച്ചിലും പദം പറച്ചിലും നേർത്തു വന്നു. എപ്പോഴോ അവൾ ഉറങ്ങി. ദേവൻ അവളെ മടിയിൽ നിന്നും വേർപെടുത്തി മോളുടെ അടുത്തായി കിടത്തി. 2 പേർക്കും ചേർത്ത് നന്നായി പുതച്ചു കൊടുത്തു. അതിന് തൊട്ടടുത്തായി തന്നെ ജയനും കിടന്നുറങ്ങി. രാത്രിയിൽ എപ്പോഴോ ജയൻ്റെ മാറിലേക്ക് പറ്റിച്ചേർന്ന് കിടന്ന് ദേവി ഉറങ്ങി. രാവിലെ ജയനാണ് ആദ്യം ഉണർന്നത്. അവൻ്റെ മാറിൽ മുഖം ചേർത്ത് കിടക്കുന്ന ദേവിയെ ഏറെ നേരം നോക്കി അങ്ങനെ കിടന്നു. അവൾ ഉണരുന്നതിന് മുൻപ് എഴുന്നേറ്റ് മാതുമോളുടെ അടുത്തായി പോയി കിടന്നു. ദേവി കണ്ണു തുറന്നു നോക്കുമ്പോൾ ഏകദേശം നേരം പരപരാന്ന് വെളുത്തു തുടങ്ങി. അവൾ നോക്കുമ്പോൾ ജയൻ മാതുമോളെയും ചേർത്ത് പിടിച്ച് കിടന്നുറങ്ങുന്നു. തലേ ദിവസം രാത്രിയിൽ സംഭവിച്ച കാര്യങ്ങൾ ദേവി ഓർത്തെടുത്തു. ജയനോടൊപ്പം വരുന്ന എന്തൊക്കെയോ സംസാരിച്ചു. പക്ഷെ അതൊന്നും ഇപ്പോൾ ഓർമ്മയിൽ കിട്ടുന്നില്ല. കുട്ടേട്ടൻ്റെ മടിയിലാണ് താൻ കിടന്നത്. ഓരോന്നോർത്ത് അവൾ അങ്ങനെ തന്നെ ഇരുന്നു. കഴിഞ്ഞില്ലേ ദേവിയെ നിൻ്റെ ആലോചന? നിൻ്റെ ആലോചനയിൽ ഈ ഞാനുണ്ടോ? ഇന്നലെ രാത്രി മുതൽ തുടങ്ങിയ ആലോചനയും കരച്ചിലും പറച്ചിലുമാണ്. ജയൻ്റെ പറച്ചിൽ കേട്ടപ്പോൾ ദേവി കുനിഞ്ഞൊന്നും മിണ്ടാതെ ഇരുന്നു. ജയൻ എഴുന്നേറ്റ് ദേവിയുടെ അടുത്തേക്ക് വന്ന് എൻ്റെ മടിയിൽ തലചേർത്ത് കിടന്നു. ജയൻ പെട്ടെന്ന് അങ്ങനെ ചെയ്തപ്പോൾ അവൾക്ക് എഴുന്നേറ്റ് മാറുവാൻ കഴിഞ്ഞില്ല. കഴിഞ്ഞ കാര്യങ്ങൾ ഓരോന്നും മനസ്സിലിട്ട് ഇങ്ങനെ നീട്ടല്ലേ ദേവി. എല്ലാം അവസാനിച്ചു എന്ന് കരുതുന്നിടത്തു നിന്നും നമുക്ക് തുടങ്ങാം. ഞാൻ പറയുന്നത് വല്ലതും താൻ കേൾക്കുന്നുണ്ടോ? എന്ത് ചോദിച്ചാലും ഒരു മൂളലിൽ മറുപടി ഒതുക്കുന്നത് നല്ലതല്ല കേട്ടോ. അവൻ അവളുടെ കൈ രണ്ടും പിടിച്ച് അവൻ്റെ കവിളിലേക്ക് വെച്ചു. അവൾക്ക് എന്തുകൊണ്ടോ അവൻ്റെ കൈകൾ പിൻവലിക്കാൻ തോന്നിയില്ല. നമുക്കെന്നും കിടപ്പ് ഇവിടേക്ക് മാറ്റിയാലോ എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. അതാകുമ്പോൾ 3 പേർക്കും വിശാലമായി ബെഡിൽ കിടക്കാം. എനിക്ക് ദ്വീപാൻകോട്ടിൽ കിടക്കുകയും വേണ്ട, നടുവിനൽപ്പം റെസ്റ്റുമാകും. കളിയായിട്ടാണ് ജയൻ അങ്ങനെ പറഞ്ഞതെങ്കിലും ദേവിക്കത് കേട്ടപ്പോൾ വല്ലാത്ത വിഷമം തോന്നി. അവൾ കാരണമാണല്ലോ ജയൻ ദിവാൻകോട്ടിൽ കിടക്കുന്നതെന്ന്. അവൾ കൈവേഗം പിൻവലിച്ചു. പിന്നീടാണ് ജയൻ അവൻ പറഞ്ഞതിൻ്റെ പൊരുൾ മനസ്സിലായത്. എൻ്റെ പൊന്നെ, ഇനി അതിനുവേണ്ടി മുഖം വീർപ്പിക്കുകയും കണ്ണ് നിറയ്ക്കുകയും വേണ്ട. ഞാൻ ആ ഫ്ലോയിൽ അങ്ങ് പറഞ്ഞെന്നേയുള്ളൂ. തന്നെ കാരണം ഒരു തമാശ പോലും പറയാൻ കഴിയില്ലെന്നായല്ലോടോ. അതുപോട്ടെ, ഇവിടെ ഇങ്ങനെ ഇരുന്നാൽ മതിയോ? നമുക്ക് താഴെ പോകണ്ടേ? തന്നോട് ഞാൻ ഒരു കാര്യം കൂടി പറയാനിരിക്കുകയായിരുന്നു. ഓഫീസിൽ എല്ലാവരും പാർട്ടി നടത്തുന്നതിനെക്കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്.
താൻ ഓക്കെ അല്ല അതെ ഒന്നും ചെയ്തിട്ട് കാര്യമില്ല. അതുകൊണ്ട് തനിക്ക് പൂർണ്ണ സമ്മതമാണെങ്കിൽ നമുക്ക് എല്ലാവരെയും വിളിച്ച് ചെറിയൊരു ഫംഗ്ഷൻ അറേഞ്ച് ചെയ്യാം. എന്താ അഭിപ്രായം? അല്ലെങ്കിൽ കുറച്ചുനാൾ കൂടി വേണമെങ്കിൽ അത് കഴിഞ്ഞായാലും മതി. മൊബൈൽ റിങ് ചെയ്യുന്നത് കേട്ട് ജെയിൻ കോൾ അറ്റൻഡ് ചെയ്തു. ഹലോ മോനെ, വിജി ഇന്നലെ അവിടെ വന്നിരുന്നോ? അവിടെ നിന്ന് തിരികെ വരുന്ന വഴിയിൽ അവൾക്കൊരു ആക്സിഡൻറ്റ് പറ്റി. ഇപ്പോൾ മെഡിക്കൽ കോളേജിൽ ICUവിലാണ്. ഒരെണ്ണത്തിന് ഈശ്വരൻ നേരത്തെ വിളിച്ചു, അടുത്തത് വെളിയും കാത്ത് കിടക്കുന്നു. ചിത്രയുടെ അച്ഛൻ്റെ സങ്കടത്തോടു കൂടിയുള്ള ശബ്ദം കേട്ടപ്പോൾ ജയന് വല്ലായ്മ തോന്നി. ഡോക്ടർ എന്തെങ്കിലും പറഞ്ഞോ? അറിയിക്കാനുള്ളവരെയൊക്കെ അറിയിച്ചു കൊള്ളാൻ പറഞ്ഞു. ഇനി പ്രതീക്ഷിക്കേണ്ട എന്ന്. അഥവാ ജീവൻ തിരിച്ചു കിട്ടിയാൽ തന്നെ ബെഡിൽ നിന്നും എഴുന്നേൽക്കില്ലെന്ന്. അത്രയും പറഞ്ഞ് അച്ഛൻ ഫോൺ വയ്ക്കുമ്പോൾ ജയൻ വിറങ്ങലിച്ച് അങ്ങനെയിരുന്നു. മൊബൈലും പിടിച്ച് ജയൻ മിണ്ടാതിരിക്കുന്നത് കണ്ടപ്പോൾ തന്നെ ദേവിക്ക് ആദിയായി. കേൾക്കാൻ പാടില്ലാത്ത എന്തോ സംഭവിച്ചു. അതുകൊണ്ടാണ് ഇങ്ങനെ. അവളുടെ മനസ്സ് വേഗം തന്നെ ഉത്തരവും കണ്ടുപിടിച്ചു. എഴുന്നേറ്റ് ജയൻ്റെ അടുത്തേക്ക് ചെന്നു. കുട്ടേട്ടാ, എന്താ? ആരാ ഫോണിൽ? അവളുടെ ചോദ്യം ജയൻ കേട്ടില്ല. വീണ്ടും തോളിൽ കുലുക്കി വിളിക്കുന്നവളുടെ മുഖത്തേക്ക് ജയൻ നോക്കി. അത് ചിത്രയുടെ അച്ഛനാണ്. ഇന്നലെ ഇവിടുന്ന് മടങ്ങുന്ന വഴിക്ക് വിജിക്ക് ഒരു ആക്സിഡൻറ്റ് പറ്റി. എതിരെ വന്ന ലോറിയുമായി കൂട്ടിയിടിക്കുകയായിരുന്നു. അല്പം സീരിയസ് ആണെന്നാണ് അറിയിക്കാനുള്ളവരെയൊക്കെ അറിയിക്കാൻ പറഞ്ഞുവെന്ന്. ആ വാർത്ത കേട്ടതും ദേവി രണ്ടടി പിന്നിലേക്ക് വേയിച്ചുപോയി. വിചിത്ര പലതവണ വന്ന് കുത്തി പറഞ്ഞിട്ടുണ്ടെങ്കിലും ഒരിക്കൽ പോലും അവൾക്കൊരു അപകടം സംഭവിക്കണമെന്ന് ഞാൻ ആഗ്രഹിച്ചിട്ടില്ല. പക്ഷേ ഇത് ദേവിക്ക് സങ്കടം വന്നു. ഇതിനും കാരണക്കാരി താനാകുമോ? അവളുടെ മനസ്സ് വായിച്ചെന്ന വണ്ണം ജയൻ ഇടത് കൈകൊണ്ട് അവളെ ചേർത്ത് പിടിച്ചു. ഇതിൻ്റെ ഉത്തരവാദിത്വവും കൂടി വെറുതെ എടുത്ത് ഈ കുഞ്ഞു തലയിൽ വെച്ച് പോകേണ്ട. അവനവൻ ചെയ്യുന്നതിൻ്റെ ഫലം അവനവന് കിട്ടും. താൻ മോളെ എടുക്ക്. ഞാൻ ഈ ബെഡ് റൂമിൽ കൊണ്ടുപോയി ഫ്രഷായി ഹോസ്പിറ്റൽ വരെ പോയിട്ട് വരാം. തൽക്കാലം അമ്മയോടൊന്നും പറയണ്ട. ജയൻ ഫ്രഷായി ഇറങ്ങുന്നത് കണ്ടപ്പോൾ തന്നെ മഹേശ്വരി അമ്മ അവൻ്റെ അടുത്തേക്ക് വന്നു. ഇതെവിടേക്കാ കുട്ടാ നീ ബ്രേക്ക്ഫാസ്റ്റ് പോലും കഴിക്കാതെ? ഇന്ന് നിനക്ക് രാവിലെ ഓഫീസിൽ പോകണ്ടെന്നല്ലേ പറഞ്ഞത്? പിന്നെ എവിടേക്കാ ധൃതി പിടിച്ച്? അമ്മയിൽ നിന്നും ഒരുപാട് നേരമൊന്നും മറച്ചു വയ്ക്കാൻ കഴിയില്ല. ഇപ്പോഴും ജയന് അതറിയുകയുമില്ല. അതുകൊണ്ട് തന്നെ ഒടുവിൽ അമ്മയോട് പറയാൻ തീരുമാനിച്ചു. ജന്മങ്ങൾ അങ്ങനെയാണ്, എത്ര പറഞ്ഞാലും മനസ്സിലാവില്ല. അല്ലെങ്കിൽ പിന്നെ ഇന്നലെ ഇവിടെ വന്ന് ഈ പുക്കാറൊക്കെ ഉണ്ടാക്കുമായിരുന്നോ? ഒന്നും വരരുതെന്ന് ഈശ്വരനോട് പ്രാർത്ഥിക്കാനല്ലാതെ എന്തിനു പറ്റും? ഇപ്പോൾ തന്നെ നേരം വൈകി. ഞാൻ പോയിട്ട് വേഗം വരാമമ്മേ. ഹോസ്പിറ്റൽ ICUവിന് മുന്നിൽ തകർന്ന മനസ്സുമായി ഇരിക്കുകയായിരുന്നു വേണുവും നളിനിയും. ഒരെണ്ണത്തിനെ ഈശ്വരൻ നേരത്തെ കൊണ്ടുപോയി. അടുത്തത് അങ്ങോട്ടോ ഇങ്ങോട്ടോ എന്ന് പറഞ്ഞ് കിടക്കുന്നു. ഓർക്കുന്തോറും നെഞ്ചിനുള്ളിൽ നെരിപ്പോട് എരിഞ്ഞുകൊണ്ടിരിക്കുന്നു. കരയാൻ മറന്നുപോയി രണ്ടുപേരും. അത്രമാത്രം രണ്ടുപേരും കരഞ്ഞു കഴിഞ്ഞു. ഒരല്പം മുമ്പ് ഡോക്ടർ പറഞ്ഞ കാര്യങ്ങൾ കൂടി കേട്ടപ്പോൾ തകർന്നുപോയി. ആക്സിഡൻറ്റിൽ വാരിയല്ലുകൾ തളർന്നുപോയി. അതുകൊണ്ട് ആ കുട്ടി ഇനി എഴുന്നേറ്റ് നടക്കുമെന്ന് വിചാരിക്കേണ്ട. തലച്ചോറിലേറ്റ ക്ഷതം ആരെയും തിരിച്ചറിയാൻ കഴിയാത്ത കോമ സ്റ്റേജിൽ എത്തിച്ചു. ഇവിടെ കിടന്ന ട്രീറ്റ്മെൻറ്റ് മാക്സിമം ഞങ്ങൾ ചെയ്തിട്ടുണ്ട്. ഇതിനപ്പുറത്തേക്കൊന്നും ചെയ്യാൻ കഴിയില്ല. ഇതിലും ഭേദം അവൾ മരിച്ചാൽ മതിയെന്ന് തോന്നിപ്പോയി രണ്ടുപേർക്കും. ജയൻ അവരെ എന്ത് പറഞ്ഞ് ആശ്വസിപ്പിക്കണമെന്നറിയില്ലായിരുന്നു. മുൻ ജന്മം ചെയ്ത പാപത്തിൻ്റെ ഫലമായിട്ടാണ് രണ്ട് മക്കൾ. ഈശ്വരൻ അവർക്ക് ആയുസ് കൊടുക്കാത്തത്. ജയൻ എന്തുകൊണ്ടോ അവളെ കയറി കാണാൻ പോലും തോന്നിയില്ല. അവളുടെ സംസാരവും പെരുമാറ്റവും ഒന്നും ഇഷ്ടമായിരുന്നില്ല. എങ്കിൽ പോലും അവൾക്ക് ഇങ്ങനെ ഒരു അപകടം സംഭവിക്കണമെന്ന് ഒരിക്കലും ആഗ്രഹിച്ചിട്ടില്ല. അവരോട് പറയാനുള്ള ആശ്വാസവാക്കുകളൊന്നും തന്നെ അവൻ്റെ കയ്യിലില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ അല്പനേരം അവിടെ ഇരുന്നതിന് ശേഷം അസ്വസ്ഥമായ മനസ്സോടുകൂടി ജയൻ തിരികെ വീട്ടിലേക്ക് പോയി. രാവിലെ മുതൽ ടെൻഷൻ അടിച്ച് നടക്കുകയാണ് രമ്യ. ഇടയ്ക്കിടയ്ക്ക് വന്ന് പുറത്തേക്ക് നോക്കി നിൽക്കും സിദ്ധു വരുന്നുണ്ടോ എന്ന്. എന്തുവാ മോളെ നീ ഇങ്ങനെ വരികിനെ പോലെ നടക്കുന്നത്? എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അമ്മയോട് പറ. ഒരു 100 തവണ ചോദിച്ചു കാണും മാലതി. ഒന്നുമില്ല അമ്മേ, ഞാൻ സിദ്ധുവേട്ടൻ വരുന്നുവെന്ന് നോക്കുന്നതാണ്. വഴിക്കണ്ണുമായി അവൾ വീണ്ടും റോഡിലേക്ക് നോക്കിയിരുന്നു. ഒരു പറ്റ് കഴിഞ്ഞപ്പോഴേക്കും സിദ്ധുവിൻ്റെ ബൈക്ക് ഗേറ്റ് കടന്നകത്തേക്ക് കയറി. സന്തോഷത്തോടുകൂടി രമ്യ അവൻ്റെ അടുത്തേക്ക് ചെന്നു. എൻ്റെ പൊന്നു കൊച്ചേ, ഞാൻ അകത്തേക്ക് വരികയല്ലേ, പിന്നിങ്ങനെ എന്തൊരു അഭിപ്രായം? സിദ്ധു കൊടുത്ത പാക്കറ്റ് കയ്യിൽ വാങ്ങിക്കൊണ്ട് രമ്യ വേഗം അകത്തേക്ക് പോയി വാഷ്റൂമിൽ കയറി കതകടച്ചു. 15 മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കും ബാത്റൂം തുറന്നവൾ പുറത്തേക്ക് ഇറങ്ങി. സിദ്ധു നോക്കുമ്പോൾ കരഞ്ഞു വീർത്തിട്ടുണ്ട് മുഖം. ഒന്നും മിണ്ടാതെ അവൾ ബെഡിൽ വന്നിരുന്നപ്പോൾ അവൻ അവളെ ചേർത്ത് പിടിച്ചു. ഇത്തവണയും ഇല്ല സിദ്ധുവേട്ട. പൊട്ടിക്കരച്ചിലോടുകൂടി അവൻ്റെ മാറിലേക്ക് വീണു. നമുക്ക് മാത്രം എന്താ എപ്പോഴും ഇങ്ങനെ?
ഇത്തവണയെങ്കിലും ഞാൻ ഒരുപാട് ആഗ്രഹിച്ചിരുന്നു. കരച്ചിലിനിടയിൽ അവൾ പുലമ്പി. എന്താ രമ്യ നീ ഇങ്ങനെ? നമ്മൾ ഡോക്ടറെ കാണിച്ചപ്പോൾ പറഞ്ഞതല്ലേ കുഴപ്പമൊന്നുമില്ലെന്ന്. പിന്നെ കുറച്ച് സമയമെടുക്കുമായിരിക്കും. നീ അതിനിങ്ങനെ കരഞ്ഞാലോ? ഇവിടെ നിന്നെ ആരെങ്കിലും കുറ്റപ്പെടുത്തുകയോ വഴക്ക് പറയുകയോ ചെയ്തോ? ഒന്നുമില്ല. പിന്നെന്താ മോളെ ഇങ്ങനെ? നമ്മുടെ വിവാഹം കഴിഞ്ഞ് വർഷം 1 ആകാറായില്ലേ? ഇതുവരെയും വിശേഷമില്ലെന്ന് അമ്മയൊക്കെ എന്ത് കരുതുമായിരിക്കും? എനിക്കെന്തെങ്കിലും കുഴപ്പമുണ്ടെന്നല്ലേ? ഇവിടെ ആരും അങ്ങനെയൊന്നും കരുതില്ല. നീ ആവശ്യമില്ലാത്ത ഓരോന്ന് ആലോചിച്ച് മനസ്സ് വിഷമിപ്പിക്കരുത്. ചിലപ്പോൾ ഇതിനൊക്കെ സമയമെടുക്കും. നമുക്ക് 2 പേർക്കും ഒരു കുഴപ്പവുമില്ലെന്നാണ് ഡോക്ടർ പറഞ്ഞത്. പിന്നെന്താ നിനക്ക്? തൻ്റെ വേദന മറച്ചു വെച്ച് സിദ്ധു അവളെ ആശ്വസിപ്പിച്ചു. എന്നെ വായിക്കുകയും കേൾക്കുകയും ചെയ്യുന്ന എൻ്റെ കൂട്ടുകാർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ കൂട്ടുകാരെ. വേൾഡ് ഓഫ് രുദ്രപ്രിയയും സ്റ്റോറീസ് ഓഫ് രുദ്രപ്രിയയും ഷോർട്ട് സ്റ്റോറീസ് ഓഫ് രുദ്രപ്രിയയും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.